ഹായ്. ഹലോ. നമുക്ക് ഇന്നൊരു മീൻ മുളകിട്ട് കറി ഉണ്ടാക്കിയാലോ? അതിന് ചട്ടി ഞാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇനി വെളിച്ചെണ്ണ ഒഴിക്കുക. ചട്ടി കായുന്നുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക. ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിക്കുക. വെള്ളം നന്നായിട്ട് പോയിട്ടില്ല, കായനെ കൊണ്ട് വേഗം ഒഴിച്ചതാണ്. അതിന് വെളിച്ചെണ്ണ ചൂടാക്കുമ്പോൾ കുറച്ച് ഉലുവ ഇടാം അതിലേക്ക്. വെള്ളം ആയതുകൊണ്ട് വെളിച്ചെണ്ണ എന്തായാലും പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ട്. വേഗം ഉലുവ ഇട്ടിടാം. കുറച്ച് ഉലുവ ഇട്ടാൽ മതി. ഉലുവ നന്നായി പൊട്ടുമ്പോൾ നമ്മൾക്ക് ഇതിലേക്ക് പച്ചക്കറികൾ ആഡ് ചെയ്ത് കൊടുക്കാം. ചെറിയ വലിയ ഉള്ളിയില്ലേ, അതെടുത്താൽ മതി. അല്ലെങ്കിൽ 5-10 ചെറിയ ഉള്ളിയില്ലേ, കൊച്ചുള്ളി, അതെടുത്താലും മതി. ഉള്ളി അരിഞ്ഞതും 2 നല്ല വലിയ തക്കാളി, 3 പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി ആവശ്യത്തിന്, മല്ലിയില, കറിവേപ്പില എല്ലാം കൂടി ഇതിലേക്ക് ഇടാം. ഞാനെല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, ഒക്കെ അതിലേക്ക് ഇടാം. ഉലുവ പൊട്ടിയിട്ടാണ് ഇടേണ്ടത്. നമുക്ക് അരിഞ്ഞ് വെച്ച സാധനങ്ങളൊക്കെ ഇടാം. ഉലുവ പൊട്ടുന്നുണ്ട്. ഉലുവ നന്നായി പൊട്ടിയിട്ടുണ്ട്. നമുക്ക് പച്ചക്കറികൾ ഇടാം. നന്നായി വഴറ്റാം. നല്ലോണം വാടണം. ഇതൊക്കെ പച്ചക്കറി നല്ലോണം കറിക്ക് ടേസ്റ്റ് വരാം. നേരെയുള്ളൊരു കറി ഉണ്ടാക്കാൻ നിന്നാൽ മതി. അല്ലെങ്കിൽ ഉള്ളിയും തക്കാളിയും ഒന്നും താളാണ്ട് വെറുതെ മുളകും പൊടിയോ അതൊക്കെ ഒന്ന് ഇട്ടിട്ട് കറി വെറുതെ വേസ്റ്റ് ആക്കണ്ട. ഇത് നല്ലോണം താളി കഴിഞ്ഞിട്ട് നമുക്ക് പൊടികളൊക്കെ ഇടാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് സ്റ്റെപ്പായിട്ട് ഇട്ടിട്ട് വഴറ്റിട്ട് ആദ്യം ഉള്ളി ഇടാം, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഇടാം, പിന്നെ തക്കാളി ഇടാം, പച്ചമുളക് ഇടാം, പിന്നെ കരിവേപ്പില ഇടാം, മല്ലിയില ഇടാം. അങ്ങനെയൊക്കെ ഇട്ടിട്ട് എല്ലാം വഴറ്റിയെടുത്താൽ മതി. ഞാൻ പിന്നെ എളുപ്പത്തിന് വേണ്ടിയിട്ട് എല്ലാം കൂടി ഇട്ട് വഴറ്റാണ്. വേഗം എല്ലാം കൂടി ആകുമ്പോൾ ടൈം കൺസ്യൂം ചെയ്യാറ്, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒന്നായിട്ട് ഇട്ട് ഇതാക്കുന്ന. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണേ, നല്ലോണം ഉള്ളിയൊക്കെ താളട്ടെ. അതിങ്ങനെ വഴന്നാൽ മതി. ഇനി നമുക്കതിലേക്ക് പുളി ഇടാം. എനിക്ക് പുളി പിഴിയാൻ ഭയങ്കര മടിയാണ്, അപ്പം ഞാൻ പുളി അങ്ങനെ തന്നെ കഴുകിയിട്ടിടാണ് ചെയ്യുന്നത്. ഒരു ഇത്ര പുളി മതി. ആ പുളി അങ്ങോട്ടിട്ട് വഴറ്റാണ്. ഉപ്പിടാം, പിന്നെ പൊടികളൊക്കെ ഇടാം. ഇനി ഇതിലേക്ക് പൊടികളൊക്കെ ഇടാം നമുക്ക്. ആദ്യം മഞ്ഞൾപ്പൊടി, ആദ്യം മഞ്ഞൾപ്പൊടി ഇടാം. ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ നിറച്ചും പെരുംജീരകപ്പൊടി, കുറച്ചും കൂടി പെരുംജീരകപ്പൊടി. പെരുംജീരകത്തിൻ്റെ ചൊയ പറ്റാത്തവർക്ക് വേണമെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം കേട്ടോ. പിന്നെ മുളക് പൊടി അതേപോലെ ടീസ്പൂണല്ല, ടേബിൾ സ്പൂൺ അല്ലാത്ത നടുവിലുള്ള സ്പൂണില്ലേ, അതിൻ്റെ 3 സ്പൂൺ ഇടാം. നിറച്ചും 3 സ്പൂൺ അങ്ങോട്ട് ഇടാം. എന്നിട്ട് നന്നായിട്ട് വഴറ്റാം.
നന്നായിട്ട് ആ വെളിച്ചെണ്ണ ആയിട്ട് മിക്സ് ആവുമ്പോൾ നമുക്ക് അതിലേക്ക് വെള്ളം ഒഴിക്കുക. ഈ വെള്ളം ഒഴിക്കുക അതിലേക്ക്. അപ്പോൾ വെള്ളം അരിയുണ്ട്. ഇത് തിളച്ച് വരുമ്പോൾ നമുക്ക് മീൻ കഷ്ണങ്ങൾ അതിലേക്ക് ഇടാം. മുളക് നിങ്ങൾക്ക് എത്ര ആവശ്യമുള്ള അത്ര ഇട്ടോളിട്ടോ. നമുക്കിവിടെ മക്കൾക്കൊക്കെ എരി കുറവായതിനെ കൊണ്ടാണ് അത്ര ഇട്ടത്. പിന്നെ പച്ചമുളകൊക്കെ ക്വാണ്ടിറ്റി കുറച്ചത് അതുകൊണ്ടാണ്. പിന്നെ ഇത് തിളക്കട്ടെ. തിളച്ച് വരുമ്പോൾ നമുക്ക് മീനിടാം. കറി ചെറുങ്ങനെ തള വരുന്നുണ്ട്. അപ്പം നമുക്ക് അതിലേക്ക് മീനിടാം. പിന്നെ പുളിയും ഉപ്പൊക്കെ നോക്കണേ. പുളി പിഴിഞ്ഞൊഴിക്കേണ്ടതിലേക്ക് പുളി പിഴിഞ്ഞൊഴിക്കുക. ഞാൻ പുളി അങ്ങനെ ഇട്ടതാണ്. അപ്പം പിന്നെ പുളി അങ്ങനെ അതിൽ കിടന്ന് ഇങ്ങനെ പുളി വന്നോളും. അപ്പം നമുക്ക് കഷ്ണമീനാണ് കിട്ടിയത്. അയക്കോറ കുട്ടികൾ. അതിനെ അങ്ങോട്ടിടാം. അതൊക്കെ കിടന്ന് നല്ലോണം വേവട്ടെ. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ കറി ഉണ്ടാക്കുക. ഇതിപ്പം നമ്മളിൽ കുറച്ച് കൂടുതൽ വെള്ളമുണ്ട്. നിങ്ങൾക്ക് ചെറുങ്ങനെ കുറച്ച് വെള്ളം ഒഴിച്ചാൽ അങ്ങനെ ആക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇങ്ങനെ ആക്കിയാലും ടേസ്റ്റ് തന്നെയാണ്. ഇതിപ്പോൾ 2 നേരത്തേക്കൊക്കെ ഉണ്ടാവും. അപ്പം എല്ലാവരും നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കാൻ നോക്കാം. ഇനി ഇത് മീൻ വെന്ത് വരട്ടെ. നല്ലോണം തിളച്ചോട്ടെ മീൻ. കറി നന്നായി തിളയ്ക്കുന്നുണ്ട്. മീനൊക്കെ വെന്തിട്ടുണ്ടാവും. ഇനി അതിലേക്ക് കരിവേപ്പിൻ്റെ ഇല ഇടാം. കരിവേപ്പിൻ്റെ ഇല ഇട്ട് നല്ല തിളച്ച് കഴിഞ്ഞാൽ അതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് തീ ഓഫാക്കിയിട്ട് മൂടി വെക്കാം. അപ്പം നമ്മളെ അടിപൊളിയാണോ നിങ്ങൾ പറയേണ്ടത്.